ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരള ഭൂമിശാസ്ത്രമാണ്. കേരള PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് കേരള ഭൂമിശാസ്ത്രം. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ചോദിക്കുന്നെങ്കിൽ അതും ഇടുക്കി ജില്ലയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല, ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. മറക്കരുത്, അത് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് സുഹൃത്തുക്കളെ, ഓർത്ത് വെച്ചിരിക്കുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 18 എണ്ണമാണ്. നമുക്ക് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിലേക്ക് പോകാം. പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്ന പേരിലും തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ വർഷം 1934. അതായത് 1934 പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തുണ്ടായിരുന്ന വനമേഖല ശ്രീ ചിത്തിര തിരുനാൾ ഒരു പ്രത്യേക സംരക്ഷിത മേഖലയാക്കി മാറ്റുകയുണ്ടായി. ഇതിനെ അദ്ദേഹം നൽകിയ പേരാണ് നെല്ലിക്കാംപെട്ടി എന്ന്. അതാ നമ്മൾ ഇവിടെ പറഞ്ഞത്. നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ചിത്തിര തിരുനാളാണ്. വർഷം 1934. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീരുമേടാണ്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയുമായിട്ടുള്ള കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങൾ ശബരിമലയും മംഗളാദേവി ക്ഷേത്രവും. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയും മംഗളാദേവി ക്ഷേത്രവും. പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ചോദിച്ചാൽ 1950. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1978. പെരിയാർ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. പെരിയാർ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ചോദിച്ചാൽ 1982. ചില സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ പോയിന്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിനുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഒന്നുകൂടി പറയുവാണേ, പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. അതുപോലെ തന്നെ 1934 ശ്രീ ചിത്തിര തിരുനാൾ നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്ന പേരിൽ എന്ത് ചെയ്തു? പെരിയാറിന്റെ ഒരു വനമേഖലയെ സംരക്ഷിതമാക്കി എന്ത് ചെയ്തു? മാറ്റി. അതുകൂടി ഒന്ന് എന്ത് ചെയ്യുക സുഹൃത്തുക്കളെ, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആരാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് വന്യജീവി സങ്കേതം.
മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും വയനാട് വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ആനയാണ്, മറക്കരുത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1973 വർഷം കണ്ട് സുഹൃത്തുക്കൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കോഡുണ്ട്, നമ്മൾ നന്നായിട്ട് പഠിക്കും, നമ്മൾ PSC എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കള് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട, അതിനുള്ള എല്ലാ സ്മാർട്ട് വേയും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാടെ? വയനാട് വന്യജീവി സങ്കേതമാണ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണ്, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനയാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1973. അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് വന്യജീവി സങ്കേതമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 തന്നെയാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ? 1973 ആണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം എന്നും ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതം എന്നും അറിയപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കൺഫ്യൂഷൻ ആവല്ലേ, ഒന്നുകൂടി പറയുവാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം എന്നും ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതം എന്നും അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം എന്നും ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം എന്നും അറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം എന്നും ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതം എന്നും അറിയപ്പെടുന്നത് ആരാണ്? പറമ്പിക്കുളം എന്താണ് വന്യജീവി സങ്കേതം. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 2010 ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. പറമ്പിക്കുളത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 2010. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കേരളത്തിൽ നിന്ന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറമ്പിക്കുളമാണ്. റെഡ് ഡേറ്റ ബുക്കില് ഇടം നേടിയ വന്യജീവി സങ്കേതം, കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കല്ലേ, അതാരാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ക്രോക്കഡൈൽ റിസർച്ചർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയാർത്ഥമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ ആർക്ക് നൽകിയിരിക്കുന്ന നെയ്യാർ വന്യജീവി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. ഇതാണ് ഇമ്പോർട്ടന്റ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ഐലൻഡ് നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ മരക്കുന്നം ഐലൻഡ് നെയ്യാർ. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റൈസേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നെയ്യാറിലാണ്. മറക്കല്ലേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റൈസേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? നെയ്യാറിലാണ്. ഇനി നെയ്യാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ല. നെയ്യാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയുവാണ്, സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെ
എന്ന് ചോദിച്ചാൽ അത് മരക്കുന്നം ഐലൻഡ് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം. അതുപോലെ തന്നെ അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാണ്. നെയ്യാർ വന്യജീവി സങ്കേത സ്ഥിതി എന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഒരിക്കലും മറക്കരുത്, എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. മറക്കരുത്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കാരണം ചിന്നാർ എന്ന് പറയുന്നത് നമ്മുടെ സഖ്യപർവ്വതത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിട്ട് വരും. ആ ഭാഗത്ത് എന്താണ്, മഴയുടെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്ന് ചിന്നാർ അറിയപ്പെടുന്നത്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാണ്. ആരാണ്? പാമ്പാറാണ്. നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഓപ്ഷനിൽ പമ്പ കാണും. ഒരു കാരണവശാലും പമ്പ ആൻസർ കൊടുക്കരുത്, അത് തെറ്റാണ്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. സുഹൃത്തുക്കൾ മറക്കരുത്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2019. അത് തന്നെയാണ് അവന്റെ ഇമ്പോർട്ടൻസ്. കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2019 ആണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല. വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളകൾക്ക് പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം ചോദിക്കും. കാരണം പന്നിമൂക്കൻ തവളകളെ നമ്മുടെ സംസ്ഥാന തവളയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ പോയിന്റ് കൃത്യമായി പഠിക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളകൾക്ക് പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം. അപ്പോ പന്നിമൂക്കൻ തവളയെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പാതാള തവള എന്നും മാവേലി തവള എന്നും. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാതാള തവള എന്നും മാവേലി തവള എന്നും. വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ പന്നിമൂക്കൻ തവളകൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ കുഴി കുഴിച്ച് അതിനുള്ളിലാണ് ഇവർ ഇരിക്കുന്നത്. ഇവർ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവന്മാർ എന്ത് ചെയ്യുള്ളൂ, പുറത്തോട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഇവന്മാരെ പാതാള തവള എന്നും വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തു വരുന്നത് കൊണ്ട് ഇവന്മാരെ മാവേലി തവള എന്നും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. മുക്കുറുത്തി ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള മുക്കുറുത്തി ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ചെന്തുരുണി വനത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ചെന്തുരുണി മരമാണ്. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. മറക്കരുത്, ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാല് കൊല്ലം ജില്ലയാണ്. ഒന്നുകൂടി പറയാം, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ് ആണ് ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ല. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതം. സുഹൃത്തുക്കൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതം, തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറളം വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കർണാടകത്തിലെ കൂർഗുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറളം വന്യജീവി സങ്കേതം. കർണാടകത്തിലെ കൂർഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാ സുഹൃത്തുക്കളെ? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ണൂർ ജില്ല. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ സുഹൃത്തുക്കളെ? അത് കണ്ണൂർ ജില്ലയാണ്. ഒരിക്കൽ കൂടി പറയുവാണ്,
ആറളം വന്യജീവി സങ്കേതത്തെ പറ്റി, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം, കർണാടകത്തിലെ കൂർഗുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ല. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുറിഞ്ഞി വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി പേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞി വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരേ ഒരു ഉത്തരമേ ഉള്ള ആരാണ്? കുറിഞ്ഞി വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? അത് നീലക്കുറിഞ്ഞിയാണ്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം എന്ന് ചോദിച്ചാൽ അത് കരിങ്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. പഠിക്കാൻ എളുപ്പമായിട്ട് ഒന്നുകൂടെ പറയാം. നീലക്കുറിഞ്ഞി സ്ട്രോ ഉപയോഗിച്ച് കുത്തുമെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. ഒന്നുകൂടി പറയാം. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോബിലാന്തസ് കുന്തിയാന. പഠിക്കാൻ എളുപ്പത്തിന് എന്താ കോടാ സുഹൃത്തുക്കളെ പറഞ്ഞത്? നീലക്കുറിഞ്ഞി സ്ട്രോ വെച്ച് കുത്തുമെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെച്ചിരിക്കുക. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? പൈനാവാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. മറ്റു പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കല്ലേ. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പൈനാവാണ്. അതുപോലെ തന്നെ പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. ഓപ്ഷനിൽ കൊല്ലം ജില്ല കാണും. ഒരിക്കലും ആൻസർ കൊടുക്കരുത്. ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ്. എടുത്തു പറയുന്നു, പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണത്? തിരുവനന്തപുരം ജില്ല. കാലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് പേപ്പാറയാണ്. തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കാലക്കാട് അല്ലെങ്കിൽ കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പേപ്പാറയാണ്. റീഡ് തവളകൾക്ക് പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ കക്കയം. റീഡ് തവളകൾക്ക് പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ കക്കയമാണ്. കൺഫ്യൂഷൻ ആവരുത് സുഹൃത്തുക്കള്. നമ്മൾ നേരത്തെ പറഞ്ഞ തവള എന്താണ്? പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ പാതാള തവള, മാവേലി തവള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തവള വിഭാഗം എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു അത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് എന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് സുഹൃത്തുക്കളെ? റീഡ് തവളകൾക്ക് പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് കക്കയം വന്യജീവി സങ്കേതം. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ കുറുമാലിപ്പുഴ ചോദിച്ചിട്ടുണ്ട്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുറുമാലിപ്പുഴയാണ്. എന്താണ്? കുറുമാലിപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ മൂന്നാറ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആനയിറങ്ങൽ മൂന്നാറിലാണ്. എന്നാൽ ഇന്ത്യയുടെ കാട്ടാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ബെള്ളാളയാണ്, കർണാടകം സംസ്ഥാനം. ഒന്നുകൂടെ പറയുവാണ്, ഇന്ത്യയുടെ കാട്ടാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ബെള്ളാളയാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകത്തിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആനയിറങ്ങൽ മൂന്ന്. കേരളത്തിന്റെ ആന പുനരധിവാസ കേന്ദ്രം ചോദിച്ചാൽ കോട്ടൂർ, തിരുവനന്തപുരം. ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന മേഖലയാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോട്ടൂരാണ്. അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം കോന്നി, പത്തനംതിട്ട, അതുപോലെ കോടനാട്, എറണാകുളം ജില്ല. ഇതിനകത്ത് കോടനാടാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോന്നി, പത്തനംതിട്ട, രണ്ടാമത് എവിടെയാണ്? കോടനാട്, എന്താണ്? എറണാകുളം ജില്ല. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവി മ്യൂസിയം ആണ്. ഏത് ജില്ലയാണ്? പത്തനംതിട്ട
ജില്ലയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ നിലവിൽ വന്ന വർഷങ്ങളും നമ്മൾ ഈസി കോഡിലൂടെ അങ്ങ് പഠിക്കുവാണ്. നമുക്ക് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒന്നിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ഏതൊരു PSC എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കൾക്ക് യാതൊരു ടെൻഷനും വേണ്ട, ഈസി ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ക്ലിയർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. പെരിയാർ വന്യജീവി സങ്കേതം 1950. ഇത് മാത്രം സുഹൃത്തുക്കൾ കാണാതെ പഠിക്കുക. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950 ആണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലേ? ഇതങ്ങ് പഠിച്ചു വെക്കുക. ബാക്കി എല്ലാം നമുക്ക് കോഡിലൂടെ പറയാം. നമ്മുടെ ആദ്യത്തെ കോഡിലേക്ക് പോകാം. 83 പേ പിടിച്ച തത്തകൾ 84-കാരനായ സി ചിന്നനെ 6 കാണിക്കാൻ ചെന്തുരുണിയിൽ കൊണ്ടുപോയി. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സുഹൃത്തുക്കളെ? 1-2 തവണ എഴുതി തന്നെ നിങ്ങൾ കോഡ് പഠിക്കുക, ഇല്ലെങ്കിൽ മറക്കുവാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി കോഡ് പറയുവാണ്. 83 പേ പിടിച്ച തത്തകൾ 84-കാരനായ സി ചിന്നനെ 6 കാണിക്കാൻ ചെന്തുരുണിയിൽ കൊണ്ടുപോയിരിക്കുന്നു. നമുക്കിതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. 83 എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് 1983 ആണ്. അപ്പൊ 1983 കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേ പിടിച്ചത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേപ്പാറ വന്യജീവി സങ്കേതം. പേ പിടിച്ചത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? പേപ്പാറ വന്യജീവി സങ്കേതം. തത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടേക്കാട് പക്ഷി സങ്കേതം. തത്തകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ പറയേണ്ട സുഹൃത്തുക്കളെ? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പൊ ഒന്നുകൂടി പറയുവാണേ. 83 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1983. പേ പിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പാറ വന്യജീവി സങ്കേതം. തത്തകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആരാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈസി ആയി പഠിച്ചു. 84-കാരനായ സി ചിന്നനെ 6 കാണിക്കാൻ ചെന്തുരുണിയിൽ കൊണ്ടുപോയി. 84 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1984 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി വന്യജീവി സങ്കേതം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിമ്മിനി വന്യജീവി സങ്കേതമാണ്. ചിന്നനെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നനെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സുഹൃത്തുക്കളെ? ചിന്നാർ വന്യജീവി സങ്കേതം. 6 കാണിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്താണ്? ആറളം വന്യജീവി സങ്കേതം. 6 കാണിക്കാനുള്ള 6 എന്താണ്? അത് ആറളം വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഒറ്റയടിക്ക് 4 പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുടെ ഇയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1984 പ്രധാനപ്പെട്ട 4 വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ നിലവിൽ വന്നു. അവരാരൊക്കെയാണ്? ചിമ്മിനി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, ആറളം വന്യജീവി സങ്കേതം, ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒന്നുകൂടി പറയുവാണ്. 84-കാരനായ സി ചിന്നനെ 6 കാണിക്കാൻ ചെന്തുരുണിയിൽ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അപ്പോ 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1984. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി വന്യജീവി സങ്കേതം. ചിന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നാർ വന്യജീവി സങ്കേതം. 6 എന്ന് പറഞ്ഞാൽ ആറളം വന്യജീവി സങ്കേതം. ചെന്തുരുണി എന്ന് പറഞ്ഞാൽ ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇനി നമ്മുടെ രണ്ടാമത്തെ കോഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ 2-നൊരു പ്രത്യേകതയുണ്ട്. കാരണം 2 എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചാല് 2000-ന് ശേഷമുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. മറക്കരുത്. 2 എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? 2000-ന് ശേഷമുള്ള വന്യജീവി സങ്കേതങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ന് ശേഷം മാത്രമുള്ള വന്യജീവി സങ്കേതങ്ങൾ. മംഗളം പറഞ്ഞ കുറിഞ്ഞി ചൂളമലയിൽ കൊട്ടിക്കരഞ്ഞു. എന്താണ്? മംഗളം പറഞ്ഞ കുറിഞ്ഞി ചൂളമലയിൽ കൊട്ടിക്കരഞ്ഞു. എങ്ങനെയാ കൊട്ടിക്കരഞ്ഞത്? 4 തവണ കൊട്ടി, 6 തവണ കൊട്ടി, 7 തവണ കൊട്ടി, 10 തവണ കൊട്ടി, 11 തവണ കൊട്ടി, 19 തവണ കൊട്ടിക്കരഞ്ഞു. മറക്കരുത്. ഈസിയാണ് സുഹൃത്തുക്കൾക്ക്. ഒരു 4-5 തവണ അങ്ങ് എഴുതി പഠിക്കുക. ഈസിയായി നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. മംഗളം പറഞ്ഞ കുറിഞ്ഞി ചൂളമലയിൽ കൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. എത്ര തവണയാണ് കൊട്ടിക്കരഞ്ഞത്? 4 തവണ കൊട്ടിക്കരഞ്ഞു, 6 തവണ കൊട്ടി, 7 തവണ കൊട്ടി, 10 തവണ കൊട്ടി, 11 തവണ കൊട്ടി, 19 തവണ കൊട്ടി. കോഡ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. മംഗളം എന്ന് പറഞ്ഞാൽ മംഗളത്തിന് നേരെ കിടക്കുന്ന എന്താണ്? 4 ആണ്. അപ്പൊ മംഗളം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 2004. മറക്കല്ലേ. മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 2004. കുറിഞ്ഞിയുടെ നേരെ താഴെ എന്താ കിടക്കുന്നത്? 6 ആണ് കിടക്കുന്നത്. അപ്പോ കുറിഞ്ഞി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2006. ചൂളയുടെ നേരെ കിടക്കുന്നത് ആരാടെ? താഴെ കിടക്കുന്നത് 7 ആണ്. അപ്പോ ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലന്നൂർ പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 2007. മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ താഴെ എന്താ കിടക്കുന്നത്? 10 ആണ്. അപ്പോൾ മലബാർ വന്യജീവി സങ്കേതം വർഷം 2010. മലയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മലബാർ
വന്യജീവി സങ്കേതം വർഷം 2010. കൊട്ടി എന്നതിന് നേരെ കിടക്കുന്നത് 11, അതുകൊണ്ട് കൊട്ടിയൂർ വന്യജീവി സങ്കേതം വർഷം 2011. കരഞ്ഞു എന്നതിന്റെ പേര് നേരെ താഴെ കിടക്കുന്നത് 19, അപ്പോ കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം വർഷം 2019. സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. 2 എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 2000-ന് ശേഷമുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി നമുക്ക് കോഡിലേക്ക് കടക്കാം. ഒന്നുകൂടി. മംഗളം പറഞ്ഞ കുറിഞ്ഞി ചൂളമലയിൽ കൊട്ടിക്കരഞ്ഞു. എങ്ങനെയാ കരഞ്ഞത്? 4 തവണ കരഞ്ഞു, 6 തവണ കരഞ്ഞു, അതുപോലെ 7 തവണ കരഞ്ഞു, 10 തവണ കരഞ്ഞു, 11 തവണ കൊട്ടിക്കരഞ്ഞു, 19 തവണ എന്ത് ചെയ്തു? കൊട്ടിക്കരഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി കോഡിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. മംഗളത്തിന്റെ നേരെ കിടക്കുന്നത് 4, അതുകൊണ്ട് മംഗളം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളവനം പക്ഷി സങ്കേതം വർഷം 2004. കുറിഞ്ഞിയുടെ നേരെ താഴെ കിടക്കുന്നത് 6, അപ്പോ കുറിഞ്ഞി 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിഞ്ഞി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2006. ചൂളയുടെ നേരെ താഴെ കിടക്കുന്നത് 7, അപ്പോ ചൂള 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂരന്നൂർ പക്ഷി സങ്കേതം 2007. മലയുടെ നേരെ താഴെ കിടക്കുന്നത് 10, അപ്പോ മലയിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ വന്യജീവി സങ്കേതം 2010. ഇനി കൊട്ടി എന്ന് പറഞ്ഞതിന്റെ നേരെ താഴെ കിടക്കുന്നത് 11, അപ്പോ കൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടി 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011. അതുപോലെ തന്നെ കരഞ്ഞു എന്ന് പറഞ്ഞതിന്റെ നേരെ താഴെ കിടക്കുന്നത് 19, അപ്പോ കരഞ്ഞു 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം വർഷം 2019. നമുക്ക് മൂന്നാമത്തെ കോഡിലേക്ക് പോവാം. മൂന്നാമത്തെ കോഡ് ഇതാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 58 പിച്ചി നെയ്യിൽ മുക്കി 73 പേർ പറമ്പിൽ വാഴ നട്ടു. ഈസി അല്ലേടെ കോഡ്? 58 പേർ പിച്ചി നെയ്യിൽ മുക്കി എന്ത് ചെയ്തു? 73 പേർ എന്ത് ചെയ്തു? പറമ്പിൽ എന്ത് ചെയ്തു? വാഴ നട്ടു. മറക്കരുത്. ഒന്നുകൂടി കോഡ് പറയുവാണേ. 58 പിച്ചി നെയ്യിൽ മുക്കി 73 പേർ പറമ്പിൽ എന്ത് ചെയ്തു? വാഴ നട്ടു. 58 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1958 സൂചിപ്പിക്കുന്നു. പിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീച്ചി വാഴാനിയാണ്. അങ്ങനെ തന്നെ പഠിക്കുക. പിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പ്രധാനപ്പെട്ടതാണ്. ആരൊക്കെയാണ്? പീച്ചിയും വാഴാനിയും. വർഷം 1958. നെയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോ 58 പിച്ചി നെയ്യിൽ മുക്കി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 1958 നിലവിൽ വന്ന 2 പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് പീച്ചി വാഴാനിയും അതുപോലെ നെയ്യാർ വന്യജീവി സങ്കേതവും. 73 പേർ പറമ്പിൽ വാഴ നട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 73 1973 സൂചിപ്പിക്കുന്നു. 73 1973 സൂചിപ്പിക്കുന്നു. പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വാഴ നട്ടു എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് വന്യജീവി സങ്കേതം. വാഴ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? വയനാട് വന്യജീവി സങ്കേതം. അപ്പോ പറമ്പിക്കുളം വന്യജീവി സങ്കേതവും വയനാട് വന്യജീവി സങ്കേതവും നിലവിൽ വന്നത് 1973. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 58 പിച്ച് നെയ്യിൽ മുക്കി 73 പേർ പറമ്പിൽ വാഴ നട്ടു. ഈസി കോഡാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട്. മറക്കരുത്. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതം. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട്. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലയാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം. മറക്കരുത്. സലീം അലിനെ എന്ത് ചെയ്തു? തട്ടിക്കൊണ്ടുപോയി എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. സലീം അലി എന്ത് ചെയ്തു? തട്ടിക്കൊണ്ടുപോയി. അപ്പൊ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. മറക്കരുത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം എത്രയാണ്? 1983. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം പക്ഷികളെ കാണാനാവുന്ന മേഖലയെന്ന് സലീം അലി വിശേഷിപ്പിച്ചത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനെയാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം പക്ഷികളെ കാണാനാവുന്ന മേഖല എന്ന് സലീം അലി വിശേഷിപ്പിച്ചത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനെ. ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ തട്ടേക്കാട്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. കേരളത്തിൽ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983-ലാണ്. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം പക്ഷികളെ കാണാനാവുന്ന മേഖല എന്ന് സലീം അലി വിശേഷിപ്പിച്ചത് തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നതാണ് മംഗളവനം പക്ഷി സങ്കേതം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ളതാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നും അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ശ്വാസകോശം എന്നും അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം വന്യജീവി സങ്കേതം. അപൂർവ ഇനം കടവാവലുകൾക്കും പ്രത്യേക ഇനം ചിലന്തികൾക്കും പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ മംഗളവനം വന്യജീവി സങ്കേതം. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന മംഗളവനത്തിലാണ് അപൂർവ ഇനം കടവാവലുകളും അതുപോലെ പ്രത്യേക ഇനം ചിലന്തികളും കാണപ്പെടുന്നു. അത് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയുവാണ്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനം പക്ഷി സങ്കേതമാണ്. അത് 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ്. അപൂർവ ഇനം കടവാവലുകൾക്കും പ്രത്യേക ഇനം ചിലന്തികൾക്കും പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനമാണ്. മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ല. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. മറക്കരുത്, വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമരകം പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കുമരകം പക്ഷി സങ്കേതമാണ്. കുമാരന് ബേക്കറി ഉണ്ടായിരുന്നു എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെക്കുക. കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കുമാരൻ എന്തുണ്ടായിരുന്നു? ബേക്കറി ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതായത് ബേക്കേഴ്സ് എന്ന് പറയുന്ന വ്യക്തി കുമരകത്ത് വരികയും അവിടെയുണ്ടായിരുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ കുമരകം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇതൊരു പക്ഷി സങ്കേതമാക്കി എന്ത് ചെയ്തു, മാറ്റിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നുള്ള പേര് എന്തിനു വന്നത്, കുമരകത്തിന് വന്നത്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയി പഠിക്കേണ്ടത് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ല. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമരകം പക്ഷി സങ്കേതം. മറക്കരുത്, വേമ്പനാട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമരകം പക്ഷി സങ്കേതം. കവനാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് കുമരകം പക്ഷി സങ്കേതം. രണ്ട് രീതിക്ക് PSC ചോദിച്ചിട്ടുണ്ട്. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ കുമരകം. അതുപോലെ തന്നെ കവനാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, കുമരകം തന്നെയാണ്. ഒന്നുകൂടി പറയുവാണ്, കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് പറയുന്നത് കുമരകം പക്ഷി സങ്കേതം. കവനാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ആരാണ്, കുമരകം പക്ഷി സങ്കേതം. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചൂലന്നൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ്. KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ പക്ഷി സങ്കേതം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ചോദ്യമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് തട്ടേക്കാടാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ടതാണ് KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ ചൂലന്നൂരാണ്. നീലന് ചൂലുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. നീലൻ എന്തുണ്ടേ, ചൂലുണ്ട് എന്നങ്ങ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. ഒത്തിരി ചോദിച്ച ചോദ്യമാണ്, 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടലുണ്ടി പക്ഷി സങ്കേതം.
പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല. ഒത്തിരി തവണ LGS ലെവൽ ചോദിച്ച ചോദ്യം. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിപ്പ പക്ഷി സങ്കേതം. ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു ഈസി കോഡ് ഉണ്ട്. നമുക്ക് സ്മാർട്ട് വേയിൽ അങ്ങ് പഠിക്കാം. ഇത് പണ്ട് മുതലേ ഉള്ള കോഡാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഒറ്റക്കോടിലൂടെ അങ്ങ് പഠിക്കാം. കുമാരൻ ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. പണ്ട് മുതലേ ഉപയോഗിക്കുന്ന കോഡാണ്. കുമാരൻ ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. കുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകം പക്ഷി സങ്കേതം. ചൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂലന്നൂർ പക്ഷി സങ്കേതം. മംഗള എന്ന് പറഞ്ഞാൽ മംഗളവനം പക്ഷി സങ്കേതം. കടല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം. അരിപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിപ്പ പക്ഷി സങ്കേതം. തട്ടിക്കളഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം. പണ്ട് മുതലേ ഉള്ള കോഡാണ്. ഒന്നുകൂടി കോഡ് പറയാം. കുമാരൻ ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. കുമാരൻ എന്ന് പറഞ്ഞാൽ കുമരകം പക്ഷി സങ്കേതം. ചൂൽ എന്ന് പറഞ്ഞാൽ ചൂലന്നൂർ പക്ഷി സങ്കേതം. മംഗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളവനം പക്ഷി സങ്കേതം. കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുണ്ടി പക്ഷി സങ്കേതം. പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പ പക്ഷി സങ്കേതം. തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ തട്ടേക്കാട് പക്ഷി സങ്കേതം. നമ്മുടെ കോഡില് കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്, അവ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതുകൂടി ചേർത്താണ് നമ്മുടെ പുതിയ കോഡ് വന്നിരിക്കുന്നത്. കുമാരന്റെ കോട്ടയിൽ പാല കൊണ്ട് ചൂലുണ്ടാക്കിയ മംഗള, തട്ടിലെ കുളത്തിൽ മല പോലെ കടല കണ്ട് അരിപ്പ പോലുള്ള തിരുവാ തുറന്നു. അല്പം ബുദ്ധിമുട്ട് കാണും ആദ്യം പഠിക്കാൻ. സുഹൃത്തുക്കൾ 2-3 തവണ ആവർത്തിച്ചു പഠിക്കാൻ. കുമാരന്റെ കോട്ടയിൽ പാല കൊണ്ട് ചൂലുണ്ടാക്കിയ മംഗള, തട്ടിലെ കുളത്തിൽ മല പോലെ കടല കണ്ട് അരിപ്പ പോലുള്ള തന്റെ തിരുവ എന്ത് ചെയ്തു? തുറന്നു. നമുക്കൊന്ന് നോക്കാം എല്ലാ പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കിട്ടുന്നുണ്ടോ എന്ന്. ഒന്നാമത്തത് കുമാരന്റെ കോട്ടയിൽ എന്ന് പറഞ്ഞാൽ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. നമുക്ക് അവിടെ കിട്ടിയേ കുമാരന്റെ കോട്ടയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുമരകം പക്ഷി സങ്കേതം, കോട്ടയം ജില്ല. പാല കൊണ്ട് ചൂലുണ്ടാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതം, പാലക്കാട്. പാല കൊണ്ട് ചൂലുണ്ടാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതം, പാലക്കാട്. മംഗള തട്ടിലെ കുളത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഗളവനം, തട്ടേക്കാടും, എറണാകുളം ജില്ല. മറക്കല്ലേ, മംഗള തട്ടിലെ കുളത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഗളവനം, തട്ടേക്കാട്, എറണാകുളം ജില്ല. മല പോലെ കടല കണ്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം ജില്ല. മല പോലെ കടല് കണ്ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം, മലപ്പുറം ജില്ല. അരിപ്പ പോലുള്ള തിരുവാ തുറന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിപ്പ, തിരുവനന്തപുരം ജില്ല. അരിപ്പ പോലുള്ള തിരുവാ തുറന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിപ്പ പക്ഷി സങ്കേതം, തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി കോഡ് പറയുവാണ്. കുമാരന്റെ കോട്ടയിൽ പാല കൊണ്ട് ചൂലുണ്ടാക്കിയ മംഗള, തട്ടിലെ കുളത്തിൽ മല പോലെ കടല കണ്ട് അരിപ്പ പോലുള്ള തിരുവാ തുറന്നു. കുമാരന്റെ കോട്ടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ല. പാല കൊണ്ട് ചൂലുണ്ടാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല, പാലക്കാട്. മംഗള തട്ടിലെ കുളത്തിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഗളവനവും തട്ടേക്കാടും, എറണാകുളം ജില്ല. മല പോലെ കടല കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. അരിപ്പ പോലുള്ള തിരുവാ തുറന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിപ്പ പക്ഷി സങ്കേതം, തിരുവനന്തപുരം ജില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 5 ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ 6 കാണും. അതിനുള്ള കാരണം പറയാം. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തര സൂചിക 5 ആണ്. നമുക്ക് പഠിക്കേണ്ടത് അതാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. എത്ര എണ്ണമാണ്? 4 എണ്ണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല. എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട് സുഹൃത്തുക്കളെ? 4 ദേശീയ ഉദ്യാനങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ ഇരവികുളം. വർഷം 1978. PSCയുടെ ഉത്തര സൂചിക പ്രകാരം അങ്ങനെ തന്നെ പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളം ദേശീയ ഉദ്യാനം. വർഷം 1978. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5 എന്ന് പറഞ്ഞതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തെ കൂടി അവർ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ശ്രദ്ധിക്കുക, സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ കേരള സർക്കാർ ഇതുവരെയും അത് അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല്, അങ്ങനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശബരിമലയായാലും മംഗളാദേവി ക്ഷേത്രമായാലും അവിടെ ഭക്തർക്ക് ദർശനം നടത്തുവാൻ കഴിയുകയില്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കേരള ഗവൺമെന്റ് പെരിയാർ വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായിട്ട് അംഗീകരിക്കാത്തത്. അത് സുഹൃത്തുക്കൾ ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് കേരള PSCയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 5 ആണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 6 എന്ന് കാണുന്നതിന് കാരണം അതാണ്. പഠിക്കേണ്ടത് 5 ആണ്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ പറ്റിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. നിത്യഹരിത വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലടെ, അവിടെ ഇല പൊഴിയുന്ന സസ്യങ്ങൾ കുറവായിരിക്കും, എപ്പോഴും പച്ചപ്പായിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് ആരാണ്? സൈലന്റ് വാലിയാണ്. പണ്ട് കാലത്ത് സൈരന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിലാണ് എഴുതി വെച്ചിരുന്നത് കേട്ടോ. പണ്ട് കാലത്ത് സൈരന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 സൈലന്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. അല്ലെങ്കിൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് ഇത് രണ്ടും. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു, പറഞ്ഞു സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് എന്ന് പറഞ്ഞത് 1984. ആരാ അങ്ങനെ പറഞ്ഞത്? ഇന്ദിരാഗാന്ധിയാണ്. 1985 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. ഇവിടെ പഠിക്കേണ്ടത് 1984 അസാസിനേഷനില് ഇന്ദിരാഗാന്ധി മരണപ്പെടുകയും മകനായിട്ടുള്ള രാജീവ് ഗാന്ധി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 1985 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ മണ്ണാർക്കാട് താലൂക്ക്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മണ്ണാർക്കാട് താലൂക്കാണ്. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2007. അതുപോലെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് മണ്ണാർക്കാട് താലൂക്കാണ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയും. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈലന്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലിക്കസ്. ഒരു സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്ന പേരാണ് മക്കാക്ക സിലിക്കസ്. എന്താണ്? മക്കാക്ക സിലിക്കസ്. സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ കൂടുതലായി കാണപ്പെടുന്നതിന് കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യം. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കൂടുതലായി കാണപ്പെടുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അത് വെടിപ്ലാവിന്റെ സാന്നിധ്യമാണ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഗോത്രവർഗം PSC പ്രീവിയസ് ചോദ്യമാണ്. ഇരുളർ, മുകുടർ, അതുപോലെ കുറുമ്പർ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുളർ, മുകുടർ, കുറുമ്പർ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1975 എന്ത് ചെയ്തു? വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചതാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഇരവികുളം വന്യജീവി സങ്കേതത്തിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978. അപ്പോൾ 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെടുന്നു ഇരവികുളത്തിനെ. 1978 നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആരെയാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തെ. വരയാടുകളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. എന്താണ്? ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചാൽ വരയാടാണ്. ചോദിച്ചിട്ടുണ്ട്, തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്ക്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് ദേവികുളം താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ പാമ്പാടും ചോല. കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ചോദിച്ചാൽ അത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. കേരളത്തിലെ 7ാമതായി പരിഗണിക്കുന്ന ദേശീയ ഉദ്യാനം കരിമ്പുഴ പാലക്കാട്. കേരളത്തിലെ 7ാമതായി പരിഗണിക്കുന്ന ദേശീയ ഉദ്യാനം ചോദിച്ചാൽ കരിമ്പുഴ പാലക്കാട്. ഇതുവരെയും അത്
ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളത് പഠിച്ചിരിക്കണം. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളെല്ലാം ഒറ്റക്കോടിലൂടെ നമുക്കൊന്ന് പഠിച്ചു കളയാം. ദേശീയ പാമ്പായി മതിച്ചു നടന്ന പെരിയ ആന സൈലന്റ് ആയി ഇരപിടിച്ചു. ദേശീയ പാമ്പായി മതിച്ചു നടന്ന പെരിയ ആന സൈലന്റ് ആയി ഇരപിടിച്ചു. ദേശീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ ഉദ്ദേശിക്കുന്നു. പാമ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടും ചോല, മതിച്ചു നടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതികെട്ടാം ചോല, പെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാർ, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടിച്ചോല, സൈലന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി, ഇരപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ പഠിക്കാനുള്ള സിമ്പിൾ കോഡാണ് ദേശീയ പാമ്പായി മതിച്ചു നടന്ന പെരിയ ആന സൈലന്റ് ആയി എന്ത് ചെയ്തു? ഇരപിടിച്ചു. ദേശീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഉദ്ദേശിക്കുന്നു. പാമ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടും ചോല, മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതികെട്ടാം ചോല, പെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറ്, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടിച്ചോല, സൈലന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി, ഇരപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം. ഇനി ഇവരുടെ വർഷം കൂടി പഠിച്ചാലേ നമുക്ക് പൂർത്തിയാകുള്ളൂ. ആ വർഷം കൂടി നമുക്ക് ഈസി ആയിട്ട് കോഡിലൂടെ അങ്ങ് പഠിക്കാം. ആനയും പാമ്പും 3 മതിൽ കെട്ടി. ആനയും പാമ്പും എത്ര മതിലാ സുഹൃത്തുക്കളെ കെട്ടിയത്? 3 മതിലാണ് കെട്ടിയത്. അപ്പോ ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാം ചോല, വർഷം 2003. ആനയും പാമ്പും 3 മതിൽ കെട്ടി എന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാം ചോല, വർഷം എത്രയാണ്? 2003 ആണ്. ഇരവിയുടെ പെരിയ വാലിന്റെ നീളം ചോദിച്ചാൽ 78, 82, 84. പഠിക്കാൻ സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടില്ലല്ലോ. 8ന്റെ കളിയാണ് മൊത്തം. 7, 8, 8, 2. അപ്പൊ ഇരവിയുടെ പെരിയ വാലിന്റെ നീളം എത്രയാണ്? 7, 8, 8, 2, 8, 4. ഇരവിയുടെ നേരെ വരുന്നത് എന്താണ്? 78 ആണ്. അതുകൊണ്ട് തന്നെ ഇരവികുളം എത്രയാണ്? 1978. പെരിയയുടെ നേരെ വരുന്നത് 82 ആണ്. അതുകൊണ്ട് പെരിയാറ് വർഷം 1982. വാലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാലിന്റെ നേരെ വരുന്നത് 84 ആണ്. അതുകൊണ്ട് സൈലന്റ് വാലി വർഷം എത്രയാണ്? 1984 ആണ്. ഒന്നുകൂടി പറയാം, ഇരവിയുടെ പെരിയ വാലിന്റെ നീളം എത്രയാണ്? 7, 8, 8, 2, 8, 4 എന്നാണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 7, 8, 8, 2, 8, 4 എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇരവിയുടെ നേരെ വരുന്നത് 78 ആണ്. അതുകൊണ്ട് ഇരവികുളം 1978. പെരിയയുടെ നേരെ വരുന്നത് എന്താണ്? 82 ആണ്. അതുകൊണ്ട് പെരിയാർ 1982. അതുപോലെ വാലിന്റെ നേരെ വരുന്നത് 84 ആണ്. അതുകൊണ്ട് സൈലന്റ് വാലി വർഷം 1984 ആണ്. ഇത്രയുമായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.